എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 11, ശ്ലോകം 4, 5, 6, 7, 8 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ ഉപദേശം തുടരുന്നു ഉദ്ധവനോട്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 4. ഏകസ്യൈവ മമാംശസ്യ ജീവസ്യൈവ മഹാമതേ ബന്ധോസ്യാ വിദ്യയാനാദി വിദ്യയാ ച തഥേതര. ജീവന്മാർക്ക് ബന്ധമോക്ഷങ്ങൾ മായാകൽപിതങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ജീവന്മാര് ബഹുക്കൾ തന്നെ എന്ന് സമ്മതിച്ചതായിട്ട് ധരിക്കണ്ട. ഹേ മഹാമതേ, ഭഗവാൻ പറയണ ആത്മാവിന് നാനാത്വമില്ല. ഉപാധികൾ അനേകങ്ങൾ എന്ന സംഗതി സൂക്ഷ്മബുദ്ധിയാൽ ഓർമ്മ വെച്ചോളൂ. ജീവൻ എന്റെ ഏകാംശമാകുന്നു, എന്നെ കൂടാതെ അന്യമായിട്ടുള്ളതല്ല. അപ്പോ ഭേദമില്ലാത്ത പക്ഷം ഈശ്വരനും ബന്ധമോക്ഷങ്ങളുണ്ട് എന്ന് വിചാരിക്കരുത്. ബന്ധം ജീവന് മാത്രമേ ഉള്ളൂ. അജ്ഞാനത്താൽ ഉണ്ടാക്കപ്പെട്ട ഈ ബന്ധം ജീവന് അനാദിയായിട്ടുള്ളത് തന്നെയാണ്. ഇതുപോലെ വിദ്യയാൽ സിദ്ധിക്കുന്ന മോക്ഷവും അനാദി തന്നെ. എന്റെ അംശമാണ് ജീവൻ എന്ന് പറഞ്ഞതിനാൽ അംശവും അംശയും വെവ്വേറെയാണല്ലോ. അപ്പോ രണ്ട് വസ്തുക്കളായില്ലേ എന്നും ശങ്കിക്കേണ്ട. എന്നിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ഒരു ഭാഗത്തെയല്ല അംശം എന്ന് പറഞ്ഞത്. അന്ധക്കരണത്തിൽ പ്രതിഫലിച്ചിരിക്കുന്ന എന്റെ പ്രതിബിംബത്തെയാണ് എന്റെ അംശം എന്ന് പറഞ്ഞത്. ഒരേ ചന്ദ്രൻ പല ജലപാത്രങ്ങളിൽ പ്രതിഫലിച്ചു കാണുന്നത് പോലെ ജലചാഞ്ചല്യ നിമിത്തം പ്രതിബിംബത്തിൽ കാണപ്പെടുന്ന ചാഞ്ചല്യാദികള് സാക്ഷാൽ ബിംബത്തിലില്ലല്ലോ. അതുകൊണ്ട് ബന്ധമോക്ഷങ്ങൾ ജീവനു തന്നെ, എനിക്കില്ല. ഒരുവന്റെ ബന്ധമോക്ഷങ്ങൾ മറ്റൊരാൾക്ക് സംബന്ധിക്കുകയുമില്ല. ഒരു ജലപാത്രം നശിച്ചാൽ ആ ഉപാധി നാശം കൊണ്ട് സാക്ഷാൽ ബിംബത്തിനോ മറ്റു പാത്രങ്ങളിലെ പ്രതിബിംബങ്ങൾക്കോ യാതൊരു ഹാനിയും ഇല്ലല്ലോ. അഥ ബദ്ധസ്യ മുക്തസ്യ വൈലക്ഷണ്യം വദാമി തേ വിരുദ്ധധർമ്മിണോസ്താദാ സ്ഥിതയോരേകധർമ്മിണി. ഒരുവന് തന്നെ ബന്ധമുക്തി എന്ന് ഉപദേശിച്ച ശേഷം ബദ്ധമുക്തന്മാരുടെ ഭേദത്തെ പറ്റിയുള്ള ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. ബദ്ധമുക്തന്മാരെ പറ്റി പറയുന്നതും ജീവേശ്വരന്മാരെ പറ്റി പറയുന്നതും ഒന്നാകയാൽ ജീവേശ്വര ഭേദത്തെയാണ് പറയണത്. ഭേദം രണ്ടു വിധം. ജീവനും ഈശ്വരനും തമ്മിലുള്ള ഭേദം, ഉപാധിഭേദ നിമിത്തം ജീവന്മാർക്ക് തമ്മിലുള്ള ഭേദം. ജീവനും ഈശ്വരനും തമ്മിലുള്ള ഭേദത്തെ 2 ശ്ലോകം കൊണ്ട് കാണിക്കണം. ഉത്ഭവിക്കുക, നശിക്കുക എന്നീ ഗുണം ശരീരങ്ങൾക്കൊക്കെ ഉള്ളതുകൊണ്ട് ഒരേ ധർമ്മമുള്ള ശരീരത്തിൽ അന്യോന്യം വിരുദ്ധങ്ങളായ ധർമ്മങ്ങളുള്ള ജീവനും ഈശ്വരനും ഇരിക്കുന്നു. അവർക്ക് തമ്മിലുള്ള ഭേദം നിന്നോട് പറയാം. സുപർണാവേദൗ സദൃശൗ സഖായൗ യദൃച്ഛയൈതൗ കൃതനീഡൗ ച വൃക്ഷേ ഏകസ്തയോ ഖാദതി പിപ്പലാന്നം അന്യോ നിരന്നോപി ബലേന ഭൂയാൽ. ജീവന്റെയും ഈശ്വരന്റെയും വിരുദ്ധ ധർമ്മങ്ങള് കാണിക്കുകയാണ്. ഒരു വൃക്ഷത്തിലിരിക്കുന്ന 2 പക്ഷികളും ശരീരത്തിലിരിക്കുന്ന ജീവേശ്വരന്മാരും ഒരുപോലെ ആകുന്നു. വൃക്ഷത്തിൽ നിന്ന് പക്ഷികൾ വേറിട്ടവരും വൃക്ഷധർമ്മത്തെ പ്രാപിക്കാത്തവരുമായിരിക്കുന്നത് പോലെ ദേഹസ്ഥിതന്മാരായിരിക്കുന്ന ജീവേശ്വരന്മാർ ദേഹവിലക്ഷണന്മാരാണെന്ന് ആദ്യമായി ധരിക്കണം. 2 പക്ഷികളിൽ ഒന്നിന് മറ്റേതിനോട് ഒരു ഏകദേശ സാദൃശ്യവും ഭേദവും ഉള്ളതുപോലെ ജീവേശ്വരന്മാർക്കും തമ്മിൽ ഭേദവും സാമ്യവും ഉണ്ട്. ശരീരമാകുന്ന വൃക്ഷത്തിൽ ഹൃദയമാകുന്ന കൂട്ടിൽ 2 പക്ഷികളും ഇരിക്കുന്നു. മായ നിമിത്തം എന്നർത്ഥമായിട്ടാണ് എതിർച്ചയായിട്ട് ഇവിടെ ഇരിക്കാനിടയായെന്ന് പറഞ്ഞത്. അവരിൽ ഒരുവനായ ജീവൻ ശരീരവൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ പ്രാരബ്ധാനുസരണം അനുഭവിക്കും. ഇതരൻ, മറ്റാള് അതായത് ഈശ്വരൻ, ഫലങ്ങൾ അനുഭവിക്കുന്നില്ല. ജന്മാദികളില്ലാത്തവനാകയാൽ കർമ്മബാധയില്ല. എങ്കിലും ബലം അധികം ഈശ്വരനാണ്. ആനന്ദം തന്നെയാണ് ഈശ്വരന്റെ ബലം. കർമ്മഫലങ്ങൾ അനുഭവിക്കുന്ന ജീവന് അല്പാനന്ദം, ഈശ്വരനോ പരമാനന്ദ സ്വരൂപൻ. ഒരു പക്ഷി ഉണ്ടുകൊണ്ടും മറ്റേത് കണ്ടുകൊണ്ടും ഇരിക്കുന്നു. പക്ഷേ ഉണ്ടവനല്ല ബലവാൻ, കണ്ടിരിക്കുന്നവനാണ് എന്നതാണ് വിശേഷം. ആത്മാനമന്യം ച സവേദ വിദ്വാൻ അപിപ്പലാദോ നതു പിപ്പലാദ യോ വിദ്യയാ യുക്സതു നിത്യബദ്ധോ വിദ്യാമയോയ സതു നിത്യ
നിത്യമുക്ത. ഭക്ഷണമില്ലാതെ ഇരിക്കുന്നവൻ അധിക ബലവാൻ എന്ന് പറഞ്ഞല്ലോ. ആ ബലത്തിന്റെ സ്വരൂപം വിവരിക്കുകയാണ്. ശരീരമാകുന്ന ആൽമരത്തിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങളുടെ ഫലമായ സുഖദുഃഖങ്ങൾ അനുഭവിക്കാതെ ഇരിക്കുന്ന ഈശ്വരൻ തന്നെയും തന്റെ കൂട്ടുകാരനായ ജീവനെയും അറിയും. ഫലങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവൻ സ്വരൂപത്തെ തന്നെ അറിയുന്നില്ല. അറിയാതിരിക്കാനുള്ള കാരണം അവിദ്യയോടുള്ള ചേർച്ചയാണ്. അവിദ്യയാകുന്ന ഉപാധിയോട് ചേർന്നിരിക്കുന്നതിനാൽ ജീവൻ അല്പജ്ഞനായിരിക്കുന്നു. അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയ ഈശ്വരൻ വിദ്യയാകുന്ന ഉപാധിയോട് ചേർന്നവൻ, അതിനാൽ സർവജ്ഞൻ. ശരീരത്തോട് ചേർന്നും അല്പജ്ഞനുമായിരിക്കുന്ന ജീവൻ സ്ഥൗല്യ കാർശ്യാദി ശരീരധർമ്മങ്ങളെ സ്വധർമ്മങ്ങളായി തെറ്റിദ്ധരിച്ച് ദുഃഖിക്കുന്നതിനാൽ ആനന്ദം കുറഞ്ഞവനും സ്വരൂപത്തെ അറിയാത്തവനുമാകുന്നു. ഇതുതന്നെ ആണ് ബന്ധനം. കർമ്മഫലങ്ങൾ അനുഭവിക്കാതെ കണ്ടുകൊണ്ടിരിക്കുന്ന സർവസാക്ഷിയായ ബലവാൻ ജ്ഞാനസ്വരൂപനായ ഈശ്വരൻ. മായാകാര്യങ്ങൾക്ക് ഈശ്വരനെ മറയ്ക്കാൻ ശക്തിയില്ല. ഇന്ദ്രജാലക്കാരൻ പ്രയോഗിക്കുന്ന വിദ്യയാൽ അന്യര് മോഹിക്കുമെങ്കിലും ഇന്ദ്രജാലക്കാരന് മോഹം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഈശ്വരന് ശരീരകൃതബന്ധനമില്ലാത്തതിനാൽ നിത്യമുക്തനാകുന്നു. ദേഹസ്ഥോപി ന ദേഹസ്ഥോ വിദ്വാൻ സ്വപ്നായഥോത്ഥിത അദേഹസ്ഥോപി ദേഹസ്ഥ കുമതി സ്വപ്നകൃയഥ. ജീവേശ്വര ഭേദം മേൽപ്പറഞ്ഞ വിധം കാണിച്ച ശേഷം ജീവന്മാർക്ക് തമ്മിലുള്ള ഭേദം 10 ശ്ലോകം കൊണ്ട് വിസ്തരിച്ചു പറയാണ്. ശാസ്ത്രാഭ്യാസം കൊണ്ടും സജ്ജന സംസർഗം കൊണ്ടും ആത്മതത്വം അറിഞ്ഞ വിദ്വാൻ സംസ്കാരവശാൽ ദേഹത്തിലിരിക്കുന്നവനാണെങ്കിലും ദേഹാഭിമാനമില്ലാത്തവനാകയാൽ ദേഹത്തിലിരിക്കുന്നവനല്ല. ഉറക്കം തീർന്നു ഉണർന്നവൻ സ്വപ്നകാര്യങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ മുമ്പ് കണ്ട സ്വപ്നാവസ്ഥയിൽ ഇരിക്കുന്നവനാണെങ്കിലും സ്വപ്നം കാണുമ്പോൾ ഉണ്ടായിരുന്ന സുഖദുഃഖാനുഭവങ്ങളോ വ്യാമോഹങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ. സംസാര ദീർഘ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിരിക്കുന്ന വിദ്വാന് സംസാരജന്യ സുഖ ദുഃഖങ്ങളൊന്നും ഇല്ല. അറിവില്ലാത്തവൻ പരമാർത്ഥത്തിൽ ദേഹത്തിലിരിക്കുന്നവനല്ലെങ്കിലും ദേഹാഭിമാനവും വിഷയാസക്തിയുള്ളവനും ദേഹജന്യ സുഖ ദുഃഖങ്ങളാൽ മോഹിക്കപ്പെട്ടവനുമാകയാൽ ദേഹത്തിൽ ഇരിക്കുന്നവനാകുന്നു. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് യഥാർത്ഥത്തിൽ സ്വപ്ന പദാർത്ഥങ്ങളെ അനുഭവിക്കുന്നവനോ അപ്പോഴുള്ള സുഖദുഃഖാദികളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവനോ അല്ല. എങ്കിലും നിദ്രാദോഷ നിമിത്തം ഈ പരമാർത്ഥ ജ്ഞാനം അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് സ്വപ്നാവസ്ഥയ്ക്ക് കീഴടങ്ങി സുഖത്തെയും ദുഃഖത്തെയും ഒക്കെ പ്രാപിക്കണം. ഇതാണ് അജ്ഞാനിക്കുള്ള ബന്ധനം. അതിനാൽ ജീവികളിൽ വെച്ച് അറിവുള്ളവൻ മുക്തനും അറിവില്ലാത്തവൻ ബദ്ധനും ആകുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.